നല്ല തിരയിളക്കം ഉണ്ട്. അധികം അങ്ങോട്ട് പോണ്ട. നിങ്ങളാരാ? അത് പറയാം. നിങ്ങളിപ്പോ കരയിലേക്ക് കയറ്. കരയിലേക്ക് കയറണോ കടലിലേക്ക് പോകണോന്ന് ഞങ്ങൾ തീരുമാനിക്കും. തീരുമാനിച്ചോ? നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് മാത്രം സ്വന്തം. രണ്ടുപേരുടെ മുഖലക്ഷണം നോക്കിയിട്ട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ കരുതും ഞാനൊരു കൈനോട്ടക്കാരനോ പക്ഷിശാസ്ത്രം പറയുന്ന ആളാണോ എന്ന്. എന്നാ നിങ്ങൾക്ക് തെറ്റി. ഞാൻ രഘു. ക്ഷേത്രങ്ങൾ മുഴുവൻ കയറി ഇറങ്ങി നടക്കുന്ന ഒരു പാവൻ രഘു. നിങ്ങൾ രണ്ടുപേരെയും കണ്ടപ്പോ മരിച്ചുപോയ എന്റെ അച്ഛന്റെ അമ്മയുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത്. രണ്ടാളുടെ മുഖം കണ്ടാൽ അറിയാം മരിക്കാൻ ഇറങ്ങി തിരിച്ചാണെന്ന്. ഏതായാലും ഇപ്പൊ അതിന് സാധിക്കില്ല. കാരണം അറിയണം. ദേ നോക്ക്, അവിടെ കോസ്റ്റൽ ഗാർഡുകളുണ്ട്. അപ്പുറത്ത് പോലീസും നിൽപ്പുണ്ട്. മാത്രമല്ല ഈ കടലമ്മ ഇപ്പോ സന്തോഷിച്ചു നിൽക്കുന്ന സമയം. നമ്മൾ അങ്ങോട്ട് കയറി ചെന്നാലും കടലമ്മ അടിച്ച് കരയെ കൊണ്ടുവന്നിടും. അതുകൊണ്ട് കയറിയോ? നോക്കി സമയം കളയണ്ട, കയറിവാ. ഈ കടല് കാണാൻ വരുന്നവരൊക്കെ കടലിനൊരു കഥ കൊടുത്തിട്ടാണ് മടങ്ങാറ്. നിങ്ങളും പറഞ്ഞു കാണില്ലേ കടലിനോടൊരു കഥ? വിരോധമില്ലെങ്കിൽ എനിക്കും ആ കഥ കേൾക്കാനൊരു താല്പര്യമുണ്ട്. എന്താ പറയില്ലേ? വാ. മാധവേട്ടൻ കഴിക്ക്. ചന്ദ്രു കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല. അത് പറഞ്ഞാ പറ്റില്ല. ഇതാ. ചന്ദ്രു എന്തിനാ കരയുന്നത്? കടൽ തീരത്ത് എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമായിരുന്നു. മാധവേട്ടനൊപ്പം ജീവിച്ച ഒരിക്കലും മരിക്കാൻ തോന്നില്ല. ആ സമയത്ത് രഘുവിനെ അയച്ചത് ചിലപ്പോ നമ്മൾ ഇന്നും വിളിക്കാറുള്ള ദേവി തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ ആരുമില്ലാത്ത സമയത്ത് പെട്ടെന്ന് അവിടെ നമ്മളെ മരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തം കിട്ടുന്നില്ല. നീ കേട്ടിട്ടില്ലേ ദൈവം പലപ്പോഴും പല രൂപത്തിലും വരുമെന്ന്? കാന്താര ദി ലെജൻഡ് ചാപ്റ്റർ 1 ജനുവരി 24 ശനിയാഴ്ച രാത്രി 7 മണിക്ക്. അച്ഛമ്മേ, അച്ഛമ്മേ കഴിക്കച്ഛമ്മേ. സുചിത്രടുത്തി എന്താ മരുന്ന് കഴിക്കുന്നില്ലേ? മരുന്നോ? ഇന്നത്തെ ദിവസം ഒരു സ്പൂണ് കഞ്ഞി പോലും അച്ഛമ്മ കുടിച്ചിട്ടില്ല. ചുറ്റും ആരെയൊക്കെയോ പരിധി നോക്കുക.
മരുന്ന് കുടിക്ക അച്ഛമ്മേ. അച്ഛമ്മേ, ഇത് കുടിക്ക്. മുത്തശ്ശി, മുത്തശ്ശിയുടെ മോനും മരുമകൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. രണ്ടുപേരും ഗുരുവായൂർക്ക് പോയിരിക്കുക. നാളെ രാവിലെ തന്നെ ഗുരുവായൂരപ്പന്റെ പ്രസാദമായിട്ട് അവരും തിരിച്ചെത്തും. മുത്തശ്ശി മരുന്ന് കഴിക്കേ. അതെ, ഈ മരുന്ന് കഴിച്ചാലേ ഗുരുവായൂരിന്ന് കൊണ്ടുവരുന്ന പാൽപായസത്തിന്റെ യഥാർത്ഥ മധുരം അറിയാൻ പറ്റൂ. അമ്മയ്ക്കും അച്ഛനും ഒന്നുമില്ല അച്ഛമ്മേ. അച്ഛമ്മ സങ്കടപ്പെടാതിരിക്ക, മരുന്ന് കഴിക്ക. ഞാനല്ലേ പറയുന്നേ. അച്ഛമ്മ, അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് കട്ടൻ വേണോ? ദാ. തളർന്നു കിടക്കുന്ന അച്ഛമ്മയ്ക്ക് പോലും പ്രകാശേട്ടന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നില്ല. കണ്ടില്ലേ? ഓ, ഇഷ്ടപ്പെടുന്നവരിവിടെ ഉണ്ടല്ലോ. ആയിക്കോ ആയിക്കോ.